ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നീ ഇവളുടെ വാക്ക് കേട്ടിട്ടാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്ക് പലതും മറക്കേണ്ടി വരും. എന്റെ അമ്മ എന്നേക്കാൾ സ്നേഹിച്ചത് നിന്നെയാ. എടാ, അവര് മനസ്സറിഞ്ഞ് ഭക്ഷണം വിളമ്പി തന്നു നിനക്ക് തന്നെയാ. ഇതൊക്കെ ഞാൻ മറന്നാ പിന്നെ നീ ഇല്ല. നീ എന്നെ എന്ത് ചെയ്യുന്ന പറയടാ, എന്ത് ചെയ്യുമെന്ന്? രോഹിത്തെ വേണ്ട. പലരുടെയും ജീവിതം തകർത്തോണ്ട് നീ പോയി കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ, അത് നിന്റെ നാശത്തിനുള്ള കളിയാ. എടാ എടാ, ഒന്നുമില്ലെങ്കിൽ നിന്നെ കൊല്ലാൻ ശ്രമിച്ച് കൊക്കെ തള്ളിയതല്ലേ ഇവള്, അല്ലേ? അതൊക്കെ നീ മറന്നാ? നീ ജയിലിൽ കയറിയോടാ, പക്ഷെ കൊലക്കുറ്റത്തിലല്ലോ. പക്ഷേ എന്നെ നീ ജയിലിൽ കയറ്റരുത്. അങ്ങനെ കേറാൻ വിധി ഉണ്ടെങ്കിൽ നിന്നെയും തീർത്തിട്ടേ ഞാൻ പോവൂ. രോഹിത്തെ, കൂടുതലൊന്നും സംസാരിക്കില്ല. നീ ഇപ്പൊ ഞങ്ങളുടെ വാ. പോടാ, ഞാൻ വരുന്നില്ല. എനിക്ക് ഇവളെ വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് വേണമെങ്കിലേ നീ എങ്ങ് കെട്ടിക്കോ. അയ്യോ വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ വേണ്ട, ഒന്നും ചെയ്യണ്ട. വിഷ്ണുവേട്ടൻ രോഹിത്തിനോട് ഇനി ഒന്നും പറയണ്ട. രോഹിത്തിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. എന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. നീ എന്നാ വീട്ടിൽ നിന്നിറങ്ങിയോ അന്ന് മുതല് നിന്റെ ആയുസിന്റെ മുകളിൽ കാരന്റെ വിളയാട്ടം തുടങ്ങിയിരിക്കുക. ഇവിടെ നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവണം, അല്ലെങ്കിൽ ഒടുക്കത്തൊടുങ്ങില്ല. നീ തയ്യാറെടുത്തോ. ക്ഷമേ, നീ വാ, അവൻ വരുമ്പോ വരട്ടെ. ഇറങ്ങി പോളെ. രോഹിത്തെ, എന്താ ഇത്? എനിക്ക് രോഹിത്തെ നടക്കാൻ നടക്ക. എന്തോന്നടാ ഇത്? ഞാൻ എത്രയോ വട്ടം അടിച്ച് ലോസ്റ്റായിട്ട് ഭൂമി ദേവിക്ക് സാഷ്ടാംഗം പ്രണമിച്ച് തറയിൽ കിടന്ന് തുടങ്ങിയിട്ടുണ്ട്. അന്നൊന്നും എന്നെ എടുത്തു നോക്കാൻ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഓരോരുത്തരുടെ സമയം